ഇപ്പോൾ സമയം രാവിലെ 4:15 ഇന്നൊരു സൺഡേ വ്ളോഗാണ് എടുക്കുന്നത്. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് കേട്ടോ. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ വേഗം തന്നെ മേലെ ഒഴുകിയിട്ട് വെളുക്കത്തിക്കാൻ വേണ്ടി താഴോട്ടേക്ക് വരികയാണ്. തല കുളിച്ചിട്ടില്ല, എനിക്കിന്ന് തളിയിൽ പോകാനുണ്ട് അമ്മേൻ്റെ കൂടെ. അപ്പോൾ വേഗം തന്നെ വന്നിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ്. തലേ ദിവസം തന്നെ ഞാൻ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ തുടയ്ക്കാനോ അടിച്ചു വരാനൊന്നും പാടില്ല. അത് മാത്രമല്ല, നമ്മൾ വിളക്കും കാര്യങ്ങളൊന്നും അപ്പോൾ തുടയ്ക്കാനോ ക്ലീൻ ചെയ്യാനോ നിൽക്കാൻ പറ്റില്ല. മുൻകൂട്ടി തന്നെ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദനത്തിരി കാണുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നു, അകുമ്പോൾ ഒന്നൊരു എടുത്ത് കളിക്കുന്നുണ്ട്. എനിക്ക് ഈ സമയത്ത് എന്തായാലും ഇപ്പോൾ അവനോട് പോയി ചോദിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ധൂപം വെച്ചിട്ടാണ് കത്തിക്കുന്നത്. വേഗം തന്നെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് അടുക്കളയിൽ കയറാനൊന്നുമില്ല, എന്നാലും നേരം വൈകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാനും നേരം വൈകും. അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ആക്കുകയാണ്. ഒരു തിരി വെച്ചിട്ട് വിളക്ക് കത്തിക്കായിരുന്നു ഞാനിപ്പോൾ അടുത്തായിട്ടറിഞ്ഞു, എനിക്കറിയില്ലായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊന്നുമില്ല. ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തലേ ദിവസത്തെ കറി 2 ദിവസത്തേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വയ്ക്കാനേ ഉള്ളൂ, അത് ഉച്ചക്കത്തേക്കാണ്. പിന്നെ രാവിലത്തേക്ക് മാത്രമേ നോക്കിയാൽ മതി. അപ്പം പച്ചക്കറിയൊക്കെ വേണ്ട എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഈ തക്കാളിയും പച്ചമുളകൊക്കെ മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സുർക്കേൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കലുണ്ട്. അതിന് വേണ്ടിയൊക്കെ ആദ്യം എടുത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഇട്ടുവെച്ചെന്ന് കരുതിയിട്ടെല്ലാം പോയിട്ടല്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ ഇട്ട് വയ്ക്കും. അങ്ങനെ അടുക്കളയിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. പൂരിയും മസാലക്കറിയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചപ്പാത്തി ആക്കി. ചപ്പാത്തി നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടാക്കാറില്ല, കുറേ സമയം വേണമല്ലോ പരത്തിയിട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പൂരിയും പൂരിയല്ല, മസാലക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നത് വേറെ ഒന്നുമല്ല, ഇത് എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് കരിഞ്ഞു പോട്ടോ അടുക്കളയിൽ നിൽക്കുമ്പോൾ, അങ്ങനെ സ്മെല്ല് വരരുത്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. താഴെ പോയി വിളക്കൊക്കെ കത്തിച്ചു. മുന്നേ പെട്ടെന്ന് അടുക്കളയിൽ കയറാനുള്ള പരിപാടിയൊന്നുമില്ല. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, കൊടൈക്കനാലിൽ പോയത്. അപ്പോൾ ഇന്ന് വരുള്ളൂ. പിന്നെ കറിയൊക്കെ ഇന്നലത്തതുണ്ട്. ഏട്ടല്ലെങ്കിൽ എനിക്ക് ചില പരിപാടിയൊക്കെ ഉണ്ട്. ആളില്ലെങ്കിൽ തലേ ദിവസത്തേക്ക് അങ്ങനെ കൂട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ 2 ദിവസത്തേക്ക് ആക്കി വെച്ചാൽ അപ്പോൾ കറിയൊന്നുമില്ല. ഇവർ ഞായറാഴ്ച ചോറൊക്കെ ഉച്ചയ്ക്ക് ആ സമയത്തൊക്കെ വയ്ക്കത്തുള്ളൂ. പിന്നെന്താ രാവിലത്തെ പരിപാടി. രാവിലെ അമ്പലത്തിൽ പോകണമെന്നുണ്ട് തളിയിൽ. അമ്മയും അച്ഛനും അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അതും കൂടെ പോകണം. അപ്പോൾ അവിടെ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഉപ്പേരിക്ക് കാര്യമായിട്ടില്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വരുമ്പോൾ വാങ്ങിക്കണം. ഇപ്പോൾ ചപ്പാത്തിയും പച്ചക്കറി ഉണ്ടാക്കാനുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്ക് താഴത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ച് ഷൂട്ട് ചെയ്യാനൊരു അങ്ങനെ റൂമിലേക്ക് പിന്നെയും കയറി വന്നത്. അപ്പം ഫ്ലാസ്കിലുള്ള വെള്ളം വെച്ചിട്ടാണ് വന്നത്. താഴത്തേക്ക് തന്നെ പോകണം. അകമോ നല്ല ഉറക്കമാണ്. വെള്ളം വേറെ പരിപാടിയൊന്നുമില്ല. അലക്കാനൊക്കെ വാഷിംഗ് മെഷീനിലും ബെഡ്ഷീറ്റ് ഇടാനേ ഉള്ളൂ, വായിക്കൊന്നുമില്ല. ഇന്നലെ തുടയ്ക്കാനൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോകാനുള്ളത് അറിയാം. അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ വൈകുന്നേരം തുടച്ചിടും. അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി താഴത്തുനിന്ന് കാണാം. ഫ്ലാസ്കിൽ വെള്ളം ചിലപ്പം തിളച്ചിട്ടുണ്ടാവും. കുറച്ച് നേരം ഞാൻ മേലോട്ട് പോയിട്ട് താഴെ പോയിട്ട് കാണാം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേഗം അത് ഫ്ലാസ്കിലേക്കൊക്കെ ആക്കി വെച്ച് പിന്നെ നമ്മളെ ബാജിക്കറിക്കുള്ള പരിപാടിയാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടേ ഉള്ളൂ, അമ്മക്ക് മാത്രം മതി. ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ വേഗം അത് കുറച്ച് വലുപ്പമുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ വയ്ക്കാമെന്നാണ് കരുതി. അതിന് മുന്നേയൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് അല്ലാണ്ട് വേവിച്ചിട്ട് അമ്മ അവിടെ ചെയ്യലുണ്ട്. ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇപ്പം അങ്ങനെ ഇല്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ ആദ്യം കുക്കറിൽ വെളിച്ചെണ്ണ വാർന്ന് വറവിട്ടതിന് ശേഷം ഉള്ളി വാട്ടി പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് വിസിലടിക്കുക. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ പണി കഴിയും. അങ്ങനെ ഉള്ളിൽ കൂടി ഞാൻ ചപ്പാത്തിക്കുള്ള കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം നോക്കിയപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. 6 മണിയൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചെന്നാൽ തുടയ്ക്കാമെന്ന്. സമയമുണ്ടെങ്കിൽ തുടയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അകമോന് വത്തക്ക കൊടുത്ത സമയത്ത് ഓനെ ഹോളിലൊക്കെ ആക്കി അങ്ങ് ചീത്തയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ടൈം ഉണ്ട് തന്നെ. അങ്ങനെ പിന്നെ വേഗം തുടയ്ക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അകമോൻ പരത്തിയിടൊന്നുമില്ല കേട്ടോ. ടോയ്സും കാര്യം അങ്ങനെ പരത്തിയിടല്ലേ. അപ്പോൾ അത് വേഗം തുടച്ച് കഴിയും. പിന്നെ ഞാൻ പറഞ്ഞ ഇന്നലെ അടിച്ച് വരിട്ടാനോണ്ട് വലിയ മെനക്കേടില്ല. അവന് ടോയ്സിനോടൊന്നല്ല വലിയ താല്പര്യം, അടുക്കളയിലുള്ള കാര്യങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ട് വയ്ക്കുക എന്നാണ്.
പിന്നെ അങ്ങനെ പരന്ന് കിടക്കാറില്ല. പറയില്ല എപ്പോഴും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം ഓനെക്കൊണ്ട് അതിൻ്റെ എടുപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ഒതുക്കി വെച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ വേഗം നമുക്ക് വൃത്തിയാക്കുമ്പോൾ വേഗം പണി കഴിയുമല്ലോ രാവിലെ. അല്ലാതെ പിന്നെ അത് എടുത്ത് വയ്ക്കാനൊന്നും രാവിലെ എന്തായാലും സമയം ഉണ്ടാവില്ല ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ. പിന്നെ ആ ഒരു ശീലം എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ എല്ലായിടത്തിലൊന്നും പെട്ടെന്ന് തുടച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഹാളൊക്കെ തുടച്ചിനി കൊലായും കൂടെ ഉണ്ട്. കൊലായി ഞാൻ സാധാരണ നമ്മൾ പുറകുവശത്ത് കൂടെ പോയിട്ടാണ് തുടയ്ക്കാറ്. ഇന്നിപ്പോൾ നടക്കില്ല, സമയം നല്ല ഇരുട്ടാണ് പുറത്ത്. അപ്പം എന്തായാലും ഇനി അകത്ത് കൂടെ തന്നെ തുടച്ചിടണം. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇങ്ങനെ അടിക്കുകയും തുടയ്ക്കുകയും ചെയ്യരുതെന്ന് ചില വീഡിയോസിൽ ഞാൻ കാണുന്നുണ്ടായിട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ സമയത്ത് തുടയ്ക്കാൻ നിൽക്കാറില്ല. 5:15, 5:12 വരെയാണ് ഈ ബ്രഹ്മമുഹൂർത്തം. തുടങ്ങുന്നത് എപ്പോഴാണ് അറിയില്ല, കഴിയുന്ന 5:12 വരെയാണ്. പുറത്ത് നല്ല കുരുട്ടി ഇരുട്ടാട്ടോ, നമ്മൾ രാത്രി ഉള്ളത് പോലെ തന്നെ. അപ്പോൾ വേഗം ഞാൻ തുടച്ചിട്ട് പോരാൻ കരുതി. ഇവിടെ പേട്ടനും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ പുലർച്ചെ ആ സമയത്തും പുറത്തത്തെ പണി എടുക്കാനായിട്ട് പോവില്ല, അടുക്കളയിലുള്ള വേഗം തീർക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമുക്കൊന്ന് വേഗം അടിച്ച് തുടച്ച് പോകണം. 7:30 ആകുമ്പോൾ ടൗണിലേക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഒക്കെ ഒന്ന് പെട്ടെന്ന് തുടക്കുകയാണ്. അടിച്ച് വരാനുണ്ടാവില്ല കേട്ടോ. ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒക്കെ വൈകുന്നേരം ഇരുന്ന് അടിച്ച് വരാറുണ്ടായത്. ഇപ്പോൾ പിന്നെ ഓഫീസ് ടൈം വന്നിട്ട് 9 to 6 ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു നേരമാകും. അപ്പം അടിച്ച് വരൽ വൈകുന്നേരം എന്തായാലും നടക്കില്ല. രാവിലെയും ടൈം ഉണ്ടാവില്ല, 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണമല്ലോ. അപ്പോൾ അധികം അമ്മ തന്നെയാണ് അടിച്ചു തരുക. പിന്നെ അധികം ചണ്ടങ്ങനെ നമുക്ക് വരില്ല, എന്നാലും അടുത്തുള്ളതൊക്കെ. താഴെയുള്ള പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി വറുത്താനേ ഉള്ളൂ. അക്കുമോൻ ഉറങ്ങുകയാണ്, അക്കുമോനെ എണീപ്പിക്കണം. പിന്നെ കാര്യമായിട്ട് ഇതുപരിപാടി പ്രാവിന് ഫുഡ് കൊടുക്കണ്ട, അതിൻ്റെ അടുത്ത് വിട്ടു വയ്ക്കുന്നു. ഇപ്പം മേലോട്ട് പോയിട്ട് കാര്യമില്ല, ഇരുടായതിന് ഇന്ന് നേരം വെളുത്തിട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം താഴെ തുടച്ചിട്ടു. ഇനി പ്രാവിന് ഫുഡ് എടുത്തിട്ടാണ് എനിക്ക് കുളിക്കാൻ. രാവിലെ മേലെ ഒഴുകിയതാണ് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് കുളിക്കണമല്ലോ. അപ്പം അമ്മ 7:30 ആകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താകുമ്പോഴേക്കും ഇതൊക്കെ പരിപാടിയൊക്കെ തീർത്തിട്ട് ഇറങ്ങണം. അങ്ങനെ പിന്നെ ഞാൻ പ്രാവൻകൂട്ടിലേക്ക് പോയിട്ടോ. പ്രാവിന് ഫുഡിൻ്റെ പാത്രമൊക്കെ ആട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കാറില്ല. അതിൽ കുറച്ച് പ്രാക്കൾ ഞാൻ ഉള്ളിൽ കയറ്റാൻ പറ്റിയില്ല. ഏട്ടൻ ആ ഒരു എയിമിൽ ചെയ്യുന്നതാണ്, എനിക്ക് പറ്റില്ല. ഈറ്റുകൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നെല്ലാം കൂടെ പുറത്തെത്തിക്കുന്നു കുറച്ചൊക്കെ. അപ്പോൾ പിന്നെ ഈറ്റുകൾ എന്തായാലും പിടിച്ച് കയറ്റാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചാൽ പിന്നെ അതിലായിട്ടുകൾ വന്നിരുന്നിട്ടൊക്കെ വൃത്തിയിടാക്കുക. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെച്ചാണ് കണ്ട പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ആ കാണുന്ന മരത്തിൻ്റെ കൂട്ടിലാണ് എല്ലാം ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ എന്തായാലും പുറത്തുള്ളവർ അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരിയ വിളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം പ്രാവിന് ഫുഡ് കൊടുക്കണം. ഇത് രാത്രി കൊടുത്തിട്ട് പോയതാണ്, അധികത്തരം കൊടുക്കാനില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഒരു 4 കൂട്ടിലുള്ളവർക്ക് എന്തായാലും ഫുഡും വെള്ളം വേറെ മാറ്റി വെച്ച് കൊടുക്കണം. അത് നമ്മളപ്പോൾ എടുത്ത് മാറ്റണതാണ്. അപ്പോൾ അവർക്ക് ഫുഡും വെള്ളം വെച്ച് കൊടുത്തിട്ട് പോയി വരുമ്പോൾ എന്തായാലും നേരം വയ്ക്കും. 10:30, 11 ആവും. 10 വരെ ആയിട്ട് ആ സമയത്ത് ഒന്നല്ല കൊടുക്കുക, നേരത്തെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ട് പോണേ. അപ്പം പ്രാവൻകുട്ടികളെ കാണിച്ചു തരാം. അതിൻ്റെ ആളിവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആളെന്നെ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ രാവിലെയും വൈകുന്നേരം കൊടുക്കണം. ഇവിടെ വന്നിട്ട് ഈ രാവിലെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങനെ മേലോട്ട് വരാറില്ല. ഇതാണ് മൂത്തേട്ടൻ്റെ വലിയേട്ടൻ്റെ വീടാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് രണ്ടാമത്തെ ഏട്ടൻ്റെ വീടാണ്. നമ്മളെ മുന്നേ തന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കാനൊക്കെ ഒരു അഗ് പോകാറില്ല, വലിയ കുട്ടികളൊക്കെ അവിടെ കളിക്കാൻ വരാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫുഡ് കൊടുത്ത് വെള്ളം കൊടുത്ത് ഇറങ്ങണം, സമയം പോവുകയാണ്. ഈ കാണുന്ന 4 കൂടുണ്ട്, അതിലുള്ളവർക്കാണ്, ഇവർക്കാണ് കാര്യമായിട്ട് ഫുഡ് കൊടുക്കാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഈ കൂട്ടിലുള്ളവർക്കാണ്. ഈ കൂട്ടിൽ ഇവർക്കാണ് രാവിലെയും വൈകുന്നേരം മാറ്റി വെച്ച് കൊടുക്കുക. അതുകൊണ്ട് അപ്പോൾ എന്തായാലും രാവിലെ എന്തായാലും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് വേറെ ഫുഡിൻ്റെ കാണിച്ചത് ലേഡീസിട്ടുണ്ട്, അവർക്ക് പിന്നെ സ്ഥിരമായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണം കഴിക്കാതെ. അവർക്ക് അങ്ങനെയെല്ലാം നമ്മൾ മാറ്റി വെച്ച് കൊടുക്കും. അതിൽ വെച്ചിട്ട് പോയാൽ അത് വൃത്തികളാക്കിയിട്ടു. അതുകൊണ്ട് മാറ്റി വെച്ച് കൊടുക്കും. അവർക്ക് വെച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അവർക്ക് രാവിലെ കൊടുക്കാറുള്ളൂ സാധാരണ. ഇവർക്ക് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ വെച്ച് കൊടുക്കുന്ന, അപ്പോൾ അവർക്ക് ആവശ്യത്തിന് അപ്പം എടുത്ത് കഴിക്കാൻ വെള്ളവും വെച്ച് കൊടുക്കും. മറ്റവർക്ക് അങ്ങനെ എല്ലാ ഫുഡും വെള്ളവും കുറച്ച് നേരം വെച്ച് കൊടുത്തതിന് ശേഷം കഴിച്ചതിന് ശേഷം എടുത്ത് മാറ്റും. ഉള്ളിലാണ് വെച്ച് കൊടുക്കുക. ഇവർക്ക് പിന്നെ ഉള്ളിൽ വെച്ചെടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർ അത് വൃത്തിയേടാക്കും ആ പാത്രം. അങ്ങനെ ഈ മുട്ട ഉണ്ടോ ഇന്നലെ ഇട്ട് വെച്ചാട്ടോ. ഇത് ആ ഒരു ഗ്രിൽസിൻ്റെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പാത്രമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ചട്ടിയിലിങ്ങനെ പൂഴി എവിടെയൊന്നും അറിയില്ല, അവിടെ ഏട്ട തന്നെയാണല്ലോ നോക്കൽ. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഒരു കൂട്ടിൽ
മുട്ട ഇല്ലാണ്ട് വെച്ചതുണ്ട്. അങ്ങനെ പിന്നെ അതിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താണ്. ഇതിൻ്റെ അടിയിൽ 2 ഉണ്ട് കേട്ടോ. ഇനി ഒരു മുട്ടയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് കൂടാന്നുള്ളത് വിട്ടു വയ്ക്കുന്നു. അവൾ വന്നാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏട്ടൻ നോക്കുന്നതാണല്ലോ. അങ്ങനെ പുറത്തുള്ളവർ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവർക്ക് ഇനി രാത്രി ഫുഡ് കൊടുക്കുകയുള്ളൂ. ഓരോതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റിയാൽ പിന്നെ ഇവിടെ ആകെ വൃത്തികേടാക്കും. അപ്പോൾ എന്തായാലും പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന് കരുതി. ഇനി അവരെ ഉള്ളിലാക്കാൻ നിന്ന് എൻ്റെ സമയം പോവും. നമ്മൾ ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും പോയി കഴിക്കട്ടെ. വിശന്നിട്ട് പാടുന്നില്ല. 4 മണി ആ സമയത്ത് എണീറ്റല്ലോ. വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും ഇനി കഴിച്ചിട്ട് കാണാം എന്തെങ്കിലും. പക്ഷെ അമ്പലത്തിൽ പോകുന്ന കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എന്തായാലും നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു വീട്ടിൽ വിശപ്പൊക്കെ പിടിച്ച് നിൽക്കും. പക്ഷെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാവിന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ചപ്പാത്തി വരുന്ന പരിപാടിയാണ്. 10:00 ആകുമ്പോൾ അമ്മ ഇനി കേട്ടോ പരത്തി ചൂടാറ്. അമ്മക്കത് നല്ല എയിമാണ്. നമ്മൾ ഇപ്പോൾ വെള്ളപ്പൊക്കെ ആണെങ്കിലും ചൂടാൻ അമ്മ തന്നെയാണ് നിൽക്കുക. അപ്പോൾ 10 എന്തായാലും ചപ്പാത്തി പരത്തിച്ച് കൊടുത്താൽ അമ്മ ചുട്ടോളും. കറി പിന്നെ ആയിട്ടുണ്ട്. അങ്ങനെ അധികമൊന്നും ഇല്ല, ഒരു 10 എണ്ണമൊക്കെ ഞാൻ അധികമായിപ്പോയി. എന്തായാലും പിന്നെ കുഴച്ചത് അങ്ങനെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ട്. അമ്മ പിന്നെ ചപ്പാത്തി ചുടാനുള്ള പരിപാടി കുറച്ചൊന്ന് ലൂസായിപ്പോയി. അമ്മയുടെ പിന്നെ ചുട്ടാളം പറഞ്ഞ് വെച്ചിരുന്നാൽ തമ്മിൽ ഒട്ടിപ്പോവുമല്ലോ. അങ്ങനെ പിന്നെ അക്കുമോനെ കുളിപ്പിച്ച് ആട് റെഡി ആയിട്ടുണ്ട്. ആൾക്ക് വീഡിയോ എടുക്കുന്ന വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. നോക്കടാ അങ്ങനെ 7:30 ആകുമ്പോൾ ടൗണിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 7:30 ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അമ്മയും നേരം വൈകിട്ടുണ്ട്. അമ്മ അവിടെ എത്തിയിട്ടില്ല. അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 വീലറിലാണ് ബസ് സ്റ്റോപ്പ് വരെ പോയത്. പിന്നെ ബസ്സിലാണ് പോണത്. അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡിലേക്ക്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്മേനെ അവിടെ ഇറക്കിയിട്ടാണ് അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നത് കേട്ടോ. അമ്പലത്തിൽ വലിയ തിരക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ തൊഴുത് അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല എല്ലാ ദിവസവും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഉപ്പുമാവ് വരുന്നു. അകുമോൻ കഴിച്ചില്ല, അവന് പിന്നെ ഫോൺ വേണം. അങ്ങനെ കുറേ നിർബന്ധമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ, ആൾക്കാർ വരി നിൽക്കുന്നതല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതിൻ്റെ ഉള്ളിൽ ഒരു PP അമ്മച്ചനെ സോപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആലിൻ്റെ ചോട്ടിലിരുന്ന് കുട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒച്ചുണ്ടാക്കി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങിക്കണ്ടായി. അവിടെ ഉണ്ണിയപ്പം വിൽക്കുന്നത് കണ്ടിട്ട് ശേഷം നമ്മൾ ഈ ധൂപമില്ലേ അതും പിന്നെ ചന്ദനത്തിരി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അടുത്ത് കുറേ ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി അതൊക്കെ വാങ്ങി. പിന്നെ അമ്മക്ക് നമ്മൾ കുബേരൻ്റെ വിഗ്രഹം വേണമെന്നും പറഞ്ഞിട്ട് അത് നോക്കാൻ പോയതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമ്മ ഒരു ജപമാല അങ്ങനെ എന്തൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ എനിക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി നല്ല രസമുണ്ട്. നല്ല പല സൈസിലുള്ളതുണ്ട് കേട്ടോ. അവിടെ 2-3 ഷോപ്പ് പോയി നോക്കി, അവിടെ അത്ര കളക്ഷനിൽ. പിന്നെ ഞങ്ങൾ തിരികെ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. അങ്ങനെ ജപമാലയൊക്കെ വാങ്ങിച്ച് പിന്നെ ഇവിടെ അടുത്ത് തന്നെ പലഹാരം എന്താ പറയുക ബേക്കറി ഐറ്റംസ് ഈ ഹോൾസെയിലായിട്ടും കൊടുക്കും തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ് എങ്ങനെയാണെന്ന്. എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ വാങ്ങി. വിലയിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടും നുറുക്കിനൊക്കെ ആണെങ്കിലും. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു. നഗമോൻ രാവിലെ എണീറ്റത് കാരണം കുറച്ചൊരു ശീലക്കേട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേഗം വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ബസ്സിൽ നിന്ന് ഉറങ്ങണ്ടേ, അപ്പം അധികം വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. പോയി വന്നതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പം ഓപ്പൺ ടെറസ് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചായി ഇപ്പോൾ കഴുകിയിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് കഴുകുന്നതാണ്. കുറച്ചായി കഴുകിയിട്ട് നമ്മൾ ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഷീറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാകുമ്പോൾ നല്ല ചെളി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ചെളി വരുന്നില്ല. മറ്റു മഴ പെയ്യുമ്പോഴൊക്കെ നല്ല വൃത്തികേടാവുമായിരുന്നു. അങ്ങനെ ഓപ്പൺ ടെറസൊക്കെ കഴുകിയിട്ട് പിന്നെ കോഴിക്ക് ഫുഡ് കൊടുക്കാണ്ട്. സാധാരണ അമ്മൂച്ചക്ക് ചോറ് കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ അമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നോട് കോഴീൻ്റെ ആ ഫുഡ് തന്നെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ കൊടുത്തു. അക്കുമോൻ ഈ വെള്ളത്തിലെ കളി കണ്ടാൽ പിന്നെ പോവില്ല. ഇത്രയും നേരം തനൂസിൻ്റെ അടുത്ത് കളിക്കുകയാണ് ഏട്ടൻ്റെ മോളടുത്ത് നിന്ന്. പിന്നെ ഇത് കഴുകാണ്ടെന്ന് പറഞ്ഞ കേട്ടോ, പിന്നെ മേലോട്ടേക്കിങ്ങനെ കയറി പോയി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്ത് ഒരു കോഴിക്ക് എന്തോ ഒരു വയ്യായി വന്ന കാരണം അമ്മ മാറ്റി ഇട്ടിട്ടുണ്ട് മേലത്തെ കൂട്ടിലേക്ക്. മുട്ട കാണുന്നുണ്ട്. മുട്ട ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ചായി ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വിടുമല്ലോ, പിന്നെയല്ല ഇടാൻ തുടങ്ങുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും. ബൈ.